ഇതാണ് ഞങ്ങളുടെ പുഷ്പരാജൻ. അങ്ങനെ പോരാട്ടത്തിന്റെ ഒരു വർഷമാണ് കഴിഞ്ഞു പോയിരിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാ കൊല്ലം ന്യൂ ഇയർ ആഘോഷിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ കൊല്ലം ഇച്ചിരി കൂടി സെറ്റപ്പിൽ നടത്താമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ പറമ്പ് ഒരാഴ്ചക്ക് മുന്നേ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ന്യൂ ഇയറിൻ്റെ തലേദിവസം രാത്രി വന്നിട്ട് ബാക്കിയുള്ള പരിപാടികൾ തീർക്കാന്നുള്ളായിരുന്നു പ്ലാനിലുണ്ടായിരുന്നത്. പക്ഷേ അന്ന് ആർക്കും എങ്ങുമില്ലാത്ത തിരക്ക് തന്നെയായിരുന്നു. എല്ലാവരും വന്നത് തന്നെ 6 മണി 6:30 ആയിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, എടുത്ത് പിടിച്ചു എന്ന് പറഞ്ഞായിരുന്നു ബാക്കിയുള്ള പരിപാടികളൊക്കെ. പിന്നെ നിങ്ങൾ കാണുന്ന ലൈറ്റ്, സ്റ്റാർ, സ്പീക്കർ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ സമയം 8 മണിയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും വീട്ടിൽ പോയി 9 മണിയായപ്പോൾ തന്നെ വന്നു. 9 മണിക്കാണ് നമ്മുടെ മെയിൻ പരിപാടി തന്നെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കമ്പിത്തിരി എത്തിക്കല്, മത്താപ്പ് എത്തിക്കല്, പടക്കം പൊട്ടിക്കല്, പാട്ട് വെക്കല്, ഡാൻസ്, എന്താ കാണിച്ചു കൊണ്ടിരുന്നത് അവർക്കറിയില്ല, നമുക്കറിയാൻ പാടാത്ത അവസ്ഥയിലായിരുന്നു എല്ലാവരും തുള്ളിക്കൊണ്ടിരുന്നത്. 12 മണി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പിള്ളേരെ കൊണ്ട് കേക്ക് മുറിപ്പിച്ചിട്ട് നമ്മളുണ്ടാക്കിയ പപ്പാനിയും കത്തിച്ച് നമ്മുടേതായ രീതിയിലുള്ള ന്യൂ ഇയറിനെ നമ്മളിവിടെ വരവേറ്റിട്ടാണ്. പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വീടിൻ്റെ അടുത്തുള്ള കുറേ ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഫുൾ ഹാപ്പിയിൽ ഫുൾ തുള്ളലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ.